ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പതിവ് പോലെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായി. ഇനി പോയി ചായ കുടിക്കണം. ചായ കുടിക്കാൻ പോയിക്കുമ്പോൾ പതിവ് പോലെ പുട്ട് തന്നെ. ഇന്ന് പുട്ടും ചെറുകറി അറിയാം. അതെനിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും കഴിച്ച്. അങ്ങനെ ചായയും കഴിച്ച് നേരെ കമ്പനിയിലേക്ക് ഇറങ്ങി. ഇന്ന് നല്ല ക്ലൈമറ്റായി രാവിലെ തന്നെ. പമ്പ് കയറ്റി അവിടെ നിന്ന് എണ്ണയൊക്കെ അടിച്ച് അങ്ങനെ നേരെ കമ്പനിയിലെത്തി. കമ്പനീൻ്റെ മുമ്പിലാകെ ഫുള്ള് വണ്ടിയാണ്. അങ്ങനെ നേരെ അകത്തേക്ക് ചെന്ന് ഇന്ന് വരാനുള്ള ലോഡൊക്കെ നോക്കി. ഇന്നാകെ 3 വണ്ടി വരാനുള്ളൂ, കുഴപ്പമില്ല. അപ്പോഴേക്കും അടുത്ത പണി വന്ന് കുറച്ച് ബില്ലൊക്കെ ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെ രാവിലെ തന്നെ ബില്ലൊക്കെ ചെക്ക് ചെയ്ത് ഇവൻ്റെ പേര് മംഗൾ സിംഗ്. ഇവൻ ജമ്മു എന്നാണ് വരുന്നത്. ഇവന് 22 വയസ്സുണ്ട്. ഇവൻ്റെ പേര് സുനിൽ. ഇവനും ജമ്മു എന്നാണ്. ഇവന് 24 വയസ്സുണ്ട്. അത് സൂരജ്. അവൻ ഇന്ന് വന്നതാണ് ആദ്യമായിട്ട്. അവൻ നേപ്പാളിയാണ്. ഇതൊക്കെ ഇവിടെ ലോഡിങ്ങിന് വന്ന പണിക്കാരാട്ടോ. അധികം ജമ്മുന്നും പിന്നെ നേപ്പാളിൽ നിന്നുമാണ് ഇവരുള്ളത്. അങ്ങനെ 10 മണിയാകുമ്പോഴേക്ക് ലോഡ് എത്തി. ഇനി പോട്ടർമാർ വരുന്നവരെ കാത്തിക്കണം. എൻ്റെ ലോഡ് ഇറക്കാൻ വന്നത് സക്രിച്ചായനും മുനീർക്കയും പിന്നെ പെഡർക്കേട്ടനാണ്. അങ്ങനെ അവർ 3 ലോഡ് ഇറക്കാൻ തുടങ്ങി. അപ്പുറത്തെ സൈഡിൽ വേറൊരു വണ്ടി കൂടെ വന്നിരുന്നു. അത് ലോഡ് ഇറക്കുന്നത് അബ്ദുക്കയും അനീഷേട്ടനും പിന്നെ മറ്റേട്ടൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അവർ 3 ആ വണ്ടിയുടെ ലോഡ് ഇറക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പരുന്ത് നമ്മളെ ഗോഡൗണിൻ്റെ ഉള്ളിൽ കയറി. അതിന് പുറത്ത് പോകാൻ പറ്റാണ്ട് ഇങ്ങനെ വട്ടിട്ട് പറക്കുന്നുണ്ടായി. അതിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു എലിക്കുട്ടി ഉണ്ടായി. അതിനെ കൊണ്ട് ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ്. അവിടെ നിന്ന് റിങ്കു ബൈ ഒരു സ്കൂട്ടർ പാർസൽ ഉണ്ടായിട്ട് അത് വണ്ടി കയറ്റാൻ ഉന്തി കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ ചോറുന്നാൻ വേണ്ടി പാത്രം തുറന്ന് നോക്കുമ്പോൾ ഒരു മുട്ടയും പിന്നെ ചോറും പച്ചക്കറിയാണ്. ഇന്ന് സാധാ ഫുഡായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് അടുത്ത ലോഡും വന്ന്. ഇത് ലാസ്റ്റ് ലോഡാണ്. അങ്ങനെ ലോഡ് ഇറക്കാൻ വന്നത് സേഫൊക്കെ ടീമാണ്. അങ്ങനെ അവർ ലോഡൊക്കെ ഇറക്കി ഫുള്ള് കാലിയാക്കി തന്നു. അങ്ങനെ 8 മണിയായപ്പം പണി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ചെറിയ മഴ ഉണ്ടായി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോയപ്പോൾ സവാദ അവിടെ ഉണ്ടായി. അങ്ങനെ സവാദനെ വിളിച്ച് സവാദനെ കൊണ്ട് ഒരു പാനിപൂരി വാങ്ങിച്ചു. മസാലപ്പൂരി. അങ്ങനെ അവിടെ നിന്ന് ആ മസാലപ്പൂരി മൊത്തം നിന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങൾ 3 ആളുണ്ടായി. 3 ആളൂടെയാണ് അത് മൊത്തം തിന്നത്. അവിടെ നേരെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.